ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് എസ് കെ ഫാമിലിയിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. ഇന്ന് ഞങ്ങൾ ചെറിയൊരു വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. നമ്മുടെ ത്രിലോകിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളും. അപ്പോൾ അതേ രാവിലെ തന്നെ അതേ എണീറ്റ് നോക്കിയിരിക്കുന്നുണ്ട് കേട്ടോ. ക്യാമറ എടുത്തപ്പോഴേക്ക് അതിൻ്റെ ഉള്ളിലേക്കാണ് അവൻ നോക്കിയിരിക്കണത്. എന്താ എൻ്റെ എൻ്റെ അതിന് നാണം വന്നു കേട്ടാ. അവൻ്റെ ഒരു മൂത്രമൊക്കെ പാസ് ചെയ്തിട്ട് ഇതേ ഇങ്ങനെ കിടക്കാൻ കേട്ടാ. ഈ ട്രൗസർ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നുള്ള അപ്പോഴേക്കും അവൻ അത് ഫുള്ള് നനപ്പിച്ച് അച്ഛന്റെ തെറ്റാണ്, കുട്ടീനെ എണീറ്റ വഴി മൂത്രം ഒഴിക്കാൻ എത്തിയില്ല. അതാണ് എൻ്റെ ഒരു മിസ്റ്റേക്കാണ്. ഞാൻ ആദ്യം തന്നെ ട്രൗസർ ഇടിപ്പിച്ച് ഇരുത്തി. അപ്പം അതിൽ തന്നെ ആകെ മൂത്രം ഒഴിച്ച് നാറ്റിച്ചു അവൻ. അപ്പം അതെ നോക്കി ഞാൻ വ്ളോഗ് ചെയ്യണത് നോക്കി ചിരിക്കുക. എന്തരാ ഗായ്സ്. അപ്പോൾ ഞങ്ങൾ ഇന്ന് ത്രിലോകിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് വരുന്നത്. പിന്നെ കാര്യം പറയാനുള്ളത്, ത്രിലോകിൻ്റെ അന്നൊരു കുത്തിവെപ്പും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ അതിന് അവ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. 3.5 മാസത്തിൻ്റെ ഒരു കുത്തിവെപ്പ് ഉണ്ട് കേട്ടോ. അപ്പോൾ കുത്തിവെപ്പ് ഉള്ള സമയത്തൊക്കെ ഞാൻ ഇങ്ങോട്ട് വരാറാണ് സാധാരണ ചെയ്യാറ്. അങ്ങോട്ട് പോവാറില്ല, കീർത്തനയുടെ അടുത്തേക്ക് പോകാറില്ല. കാരണം ഇപ്പം കരയണതൊക്കെ കണ്ടു കഴിഞ്ഞാൽ വിഷമാവും. അത് കാരണം ഞാൻ അങ്ങോട്ട് പോവാറില്ല. കീർത്തനയാണ് പോയി കുത്തിവെപ്പും കാര്യങ്ങളും. അപ്പോൾ ഇവിടെ വന്നിട്ട് ആദ്യമായിട്ട് കുത്തി വയ്ക്കാൻ പോവുകയാണ് നമ്മുടെ ഹെൽത്തിൽ പോയിട്ട്. അപ്പോൾ ഇന്നത്തെ വിശേഷം എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ് ഗായ്സ്. അപ്പം എന്തായാലും രാവിലത്തെ കാര്യങ്ങളും അതുപോലെ തന്നെ ത്രിലോകിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഞങ്ങളിന്ന് വന്നേക്കണത്. അപ്പം നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക എന്തായാലും. അപ്പം നമുക്ക് നമ്മുടെ ത്രിലോകിനെ കാണാം കേട്ടോ ഗൈസ്. ഈ കിടന്ന് കളിക്കുകയാണ്, കുറേ നേരമായി ഇവിടെ കിടന്ന് കളിക്കുന്നു. ഇന്ന് നേരം വൈകിട്ടാണ് എനിക്ക് അല്ല കിട്ടുക. ഇന്ന് കുറച്ച് നേരം വൈകി കിടക്കായിരുന്നു. ഞങ്ങളിപ്പോൾ അഗായിയിൽ പോയി കിടക്കാണ് കേട്ടോ. ഈ ഞങ്ങളുടെ റൂമിൽ നിന്ന് മാറിയിട്ട് തൊട്ടപ്പുറത്ത് ഹാളിൽ പോയി കിടക്കുകയാണ്. അവിടെ പാട്ടൊക്കെ വെച്ചിട്ട് അങ്ങനെ കിടക്കും ഞങ്ങൾ. കുറച്ച് നേരം അങ്ങനെയൊക്കെ കിടന്നിട്ടാണ് അല്ലടാ നമ്മൾ ആദ്യം അമ്മൂമ്മോട് ഗുഡ് മോർണിംഗ് പറയില്ല കേട്ടാ. ഗുഡ് മോർണിംഗ് പറയും. ഇതമ്മ ശരിക്കും എടുക്കണം അവനെ. അമ്മതെ അമ്മൻ്റെ ചീന് അല്ലേ? അവിടെ ചേച്ചി എടുത്തോ. ഗുഡ് മോർണിംഗ് പറയാം. 10 മണിയാ. ഗുഡ് മോർണിംഗ്. കുറച്ചു നേരം അവിടെ കിടന്ന് അവൻ കളിക്കലൊക്കെ ഉണ്ട്. കുറച്ചു നേരം അവൻ അവിടെ കിടത്തും. ഞങ്ങളൊക്കെ ഞങ്ങളുടെ പണിക്ക് പോവാ. ടാറ്റാ. കുറച്ചു നേരം നമ്മുടെ ത്രിലോക് TV ഒക്കെ കണ്ട് പാട്ടൊക്കെ കേട്ടിട്ടാണ് കിടക്കുക. പാട്ട് കേൾക്കുകയാണ്. നമ്മുടെ യൂട്യൂബിൽ ഇപ്പൊ പാട്ട് വെച്ചിട്ടുണ്ട്. അപ്പൊ അത് കണ്ടിട്ട് അപ്പുചേട്ടനും ത്രിലോകും കിടക്കാണ് കേട്ടാ പാട്ട് കേൾക്കാൻ വേണ്ടിട്ട്. പാട്ട് കേൾക്കല്ല ചന്ദ്ര, പാട്ട് കേൾക്കാൻ കിടക്കട്ടാ. കുറച്ചേരം പാട്ട് കേട്ട് ഇങ്ങനെ കിടക്കും. അപ്പുചേട്ടനോട് കൂടെ കളിക്കാൻ അല്ല. ഇവിടെ അതെ ആരാധി ചേച്ചി വന്നിട്ടുണ്ട് കളിക്കാൻ. പിന്നെ രാവിലെ തന്നെ അവള് കാഴ്ചയും കണ്ട് കിടക്ക. പിന്നെ കുറേ നാളുകൾക്ക് ശേഷം കീർത്തു മിന്നുവിനെ എടുക്കുകയാണ് കേട്ടോ. പ്രഗ്നൻ്റ് സമയത്തൊക്കെ മിന്നൂസ് ഏറ്റവും കൂടുതൽ കീർത്തുവിൻ്റെ കൂടെയാണ്. പക്ഷേ ഇപ്പോൾ അവൾ കീർത്തുവിനെ മൈൻഡ് ചെയ്യുന്നില്ല. കാരണം കുറേ നാളായി അവളെ കണ്ടിട്ട്. അതിൻ്റെ ചെറിയൊരു പരിഭവം മിന്നൂസിന് കീർത്തുവിനോടുണ്ട്. അത് കാരണം അവളുടെ അടുത്തേക്കൊന്നും അധികം അങ്ങനെ പോവാറില്ല. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞത് ത്രിലോകിന് ചേച്ചിയുടെ കയ്യിൽ കൊടുത്തേക്കാണ്. ചേച്ചി ഫോൺ വിളിക്കുമ്പോൾ മൊബൈൽ കയറി പിടിക്കാൻ വേണ്ടി അവൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മൊബൈലൊക്കെ പിടിച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇഞ്ചക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് പോവാൻ കേട്ടാ ത്രിലോകിനെ.
അവൻ്റെ ചെറിയൊരു ഉറക്കപ്രാന്തിലാണ്. നീ കരഞ്ഞിട്ടോ ഇനി അവൻ വരാം അല്ലേ? മൈൻഡിനില്ല എന്തോ ആലോചനയില്ല. സൂചി കുത്താൻ പോവാ അല്ലേ? ടാറ്റ. കരയിപ്പിക്കാൻ പോവാണ് ഞങ്ങൾ. അങ്ങനെ ഗായ്സ്, അപ്പോൾ ഞങ്ങളിത് റെഡിയായി. ഇതേ ത്രിലോകിനെ ഇഞ്ചക്ഷൻ ചെയ്യാൻ വേണ്ടി പോവാണ്. ഇന്നിപ്പോൾ കരഞ്ഞിട്ടാവും ഇന്ന് ത്രിലോക് വരാട്ടാ. ത്രിലോകേ കരച്ചില് നല്ല കൂടുതലാവും ചിലപ്പോ അവന്റെ ഇന്ന് അല്ലേ? ഇഞ്ചക്ഷൻ വെക്കുന്ന സമയത്ത് കരച്ചിൽ തന്നെ ഉള്ളൂ. അത് കഴിഞ്ഞ പിന്നെ ഒന്ന് ഉറങ്ങി എണീറ്റല്ലേ കരച്ചിൽ തുടങ്ങുള്ളൂ. അപ്പോഴേ വേദന വരില്ലല്ലോ. പാതി ഉറക്കത്തിലാണ് അവൻ. ആ ഉറക്കം വരുന്നുണ്ട്. പിന്നെ ഇഞ്ചക്ഷൻ കുത്തി കഴിഞ്ഞാൽ ഉറങ്ങും അല്ലേ? ഇഞ്ചക്ഷൻ കുത്തി ഉറങ്ങോ അറിയില്ല. ഇപ്പൊ പോയി കഴിഞ്ഞാൽ എപ്പോഴാ അവിടെ തിരക്കനുസരിച്ച് അറിയില്ല. നമ്മള് നേരത്തെ ഇറങ്ങിയില്ല. നമ്മള് ഇറങ്ങണം എന്ന് വിചാരിച്ച സമയത്തൊന്നും ഇറങ്ങിയിട്ടില്ല. നേരത്തെ ഇറങ്ങിയില്ല ഞങ്ങള്. എന്റെ അമ്മേ ഇത് പിടിക്കൂ. നേരത്തെ ഇറങ്ങാത്ത തിരക്കുണ്ടാവും, ഇത്ര ആൾക്കാരുണ്ടാവും ഒന്നും അറിയില്ല. അതിനനുസരിച്ച് അവിടെ നിക്കേണ്ടി വരും കുറച്ചു നേരമൊക്കെ. അവിടെ തിരിഞ്ഞോക്കാം അല്ലേ? ബായ് പറയോ? ബൈ. കരഞ്ഞിട്ട് കാണാൻ പറയാം അല്ലേ? ചിലപ്പോ ഉറങ്ങൂട്ടോ, കാറിൽ കിടന്ന് ഉറങ്ങാവൻ. കരഞ്ഞ വിഷമം തോന്നുന്നില്ലല്ലോ മുഖത്ത്. അതെ, ചിരിക്ക സ്വത്തുമണിയുടെ ഇഞ്ചക്ഷനൊക്കെ കഴിഞ്ഞിട്ട് നേഴ്സുമാരിങ്ങനെ ചിരിപ്പിക്കുമ്പോ അവന് കരച്ചിൽ നിന്നു. അയ്യോ, രണ്ടാമത്തെ ഇഞ്ചക്ഷൻ അടിച്ചപ്പോ അവന് മനസ്സിലായി കാര്യം നോക്കി വേദനിപ്പിക്കാതാണെന്നുള്ളത്. രണ്ടാമത്തെ ഇഞ്ചക്ഷൻ അടിച്ചപ്പോഴാണ് മനസ്സിലായി തോന്നുന്നുണ്ട്. പിന്നെ ചീറി പൊളിച്ചിട്ട് കരച്ചിലായിരുന്നു. പിന്നെ മൂന്നാമത്തെ അടിച്ചപ്പോൾ നല്ല എവിടെ ഇഞ്ചക്ഷൻ ചെയ്ത് രണ്ട് ദേഷ്യം വന്നു. അവന് രണ്ടാമത്തെ ഇഞ്ചക്ഷൻ അടിക്കാൻ പോകുമ്പോ അവന് ബലം അവര് കൈ വെക്കുമ്പോഴേ നേഴ്സുമാരെ നോക്കിട്ട് അവനൊരു കരഞ്ഞു. കണ്ണെന്ന് വെള്ളം വന്നാ എന്റെ കുട്ടിക്ക്? എവിടെ ഇഞ്ചക്ഷൻ കുത്തിയ? കയ്യുമ്മ കുത്തിയ അവര് നോക്കണ്ട്. ഇപ്പൊ ത്രിലോക് ഇത് ഇവിടെ ഇഞ്ചക്ഷൻ കുത്തി ക്ഷീണത്തിലാണ് കേട്ടാ. കരച്ചില് ഞാൻ പുറത്തിരുന്ന് കേട്ടു. എനിക്ക് ആകെ വിഷമായി. പുറത്തേക്ക് നല്ല ശബ്ദം ഉണ്ടായിരുന്നു. എന്റെ കരച്ചില് കേട്ടപ്പോക്ക് മനസ്സിലായി. ആകെ കണ്ണെന്ന് വെള്ളം വന്നത്. ഇവിടുന്ന് കീർത്തനത് കണ്ണെന്ന് വെള്ളം വന്നിട്ടാ. കീർത്തനയുടെ നല്ല കരച്ചിലായി. നല്ല ഇതിലായിരുന്നു കേട്ടത്. ഇപ്പൊ കുഴപ്പമില്ല അവന്. ഇപ്പൊ നോക്കിയപ്പ ഹാപ്പി ആയിട്ടിരിക്ക അല്ലേ? ഇനി കാലനങ്ങുമ്പോ ഒരു കരച്ചിലുണ്ട് കേട്ടോ. അതാണ് ഇനി നമുക്ക് ഉള്ള ടാസ്ക്. ഇനിയിപ്പോ രാത്രിയിലൊക്കെ അങ്ങനെ കാലനങ്ങുമ്പോ ഓക്കെ. അപ്പൊ ഞങ്ങള് ഗൈസ് അപ്പൊ വീട്ടിലെത്തിയിട്ട് കാണാട്ടാ. അങ്ങനെ ഞങ്ങൾ ഇവിടേക്ക് എത്തി. വീട്ടിലെത്തി. ഇവിടെ അച്ഛൻ പണിയിലാണ്. പയ്യോക്കിത്തോ ചുത്തുമണിയെ ഉറങ്ങാണിതേ. ചുത്തുമണി ഇട്ടിറക്കാനിട്ടാ. അമ്മതേ അവിടുന്ന് ഓടി വരുന്നുണ്ട്. കുഴപ്പമൊന്നുമില്ല. ചുട്ടുറക്ക ഡോക്ടർ നോക്കി പനിയുടെ ഇത് തിന്നുണ്ട്. പനിയുടെ മരുന്ന് 2 നേരം കൊടുത്ത 2 ദിവസം കൊടുത്തോളം പറഞ്ഞിട്ട് കുറച്ച് ചുമച്ചെന്നല്ലേ പറഞ്ഞത്. പനിയുടെ മരുന്ന് കഴിച്ചൊന്നും എനിക്ക് അറിയില്ലല്ലോ. എന്നിട്ട് ഇഞ്ചക്ഷൻ വെച്ചിട്ട് അവരില്ലേ പനിയുടെ മരുന്ന് തന്നു. ഞാൻ പറഞ്ഞു പനിയുടെ മരുന്ന് വേണ്ട, എനിക്ക് ഓൾറെഡി ഇഞ്ചക്ഷൻ വെച്ച് തന്നിട്ടുണ്ട്, ബാക്കി ബാലൻസ് തന്നപ്പോ വെച്ചോളം പറഞ്ഞ് തന്നു. എന്നിട്ട് ഞാൻ ചുമടയാണെങ്കിലോ വിചാരിച്ചിട്ട് ഞാൻ പോയി ചുമട മേടിക്കാൻ വേണ്ടി പോയപ്പോ അതും പനിയുടെ മരുന്ന്. 2 കുപ്പി പനിയുടെ മരുന്നായിട്ടാണ് കീർത്തന അവിടെ എത്തിയത്. ഫ്രീയാന്ന് വിചാരിച്ചപ്പോ ഞാൻ ചുമട മരുന്ന്
തെത്തുമണി ഉറങ്ങാ ക്ഷീണുണ്ട് അടിപൊളി കരച്ചില് ഇവന്റെ ആയിരുന്നു. ആ കൂട്ടത്തില് ഏറ്റവും അടിപൊളി കരച്ചില് ഇവന്റെ ആയിരുന്നു. അതെ അതെ. നല്ല കരച്ചിൽ. എന്ത് ചെയ്യാണ്ട് നമ്മള് വരുന്ന സമയത്ത് പുറത്തേക്കൊക്കെ പോയിട്ടും കരച്ചിൽ മാറ്റിയായിരുന്നു. ആ കുട്ടീനെ കുത്തിയിട്ടില്ല. ഇല്ല, എവിടെ കുത്തിയേ? കുട്ടിക്ക് വാശി കൂട്ടിട്ടാ. ഒരു കൈയുമ്പോ 2 കാൽമേണ്ട് 3 ഞങ്ങളൊന്ന് ഉറങ്ങി എണീക്കട്ടെ കൊഴപ്പൊന്നുമില്ല. ഈ കാണിച്ചെന്നു കുത്തിയ സ്ഥലമൊക്കെ കാണിച്ചെന്നു അവൻ. ഇവിടെ കുത്തിയച്ചെന്നൊക്കെ പറഞ്ഞവൻ കിത്തുവാ. ഏറ്റവും ടോപ്പ് കരച്ചില് വേണ്ടി കയ്യിലെ കുത്തിയെ അത് കുത്തുന്ന സമയത്ത് ഇങ്ങനെ കളിപ്പിക്കണ്ടായിരുന്നേ. അപ്പൊ അവൻ കുഴപ്പമില്ലാണ്ട് കീന്ന് മാത്രം പറഞ്ഞിട്ട് തൊട്ടില്ല എടുത്തണ്ടേ. തൊട്ടില്ല എടുക്കാം. കളിച്ചിൽ നിർത്തി. പിന്നെ കാലം പഠിച്ചപ്പോ മനസ്സിലായി ഇത് പോലെ അവൻ പാൻപേഴ്സ് ഇട്ടല്ലേ. അങ്ങനെ കരഞ്ഞ് ക്ഷീണിതനായി അവൻ കിടന്നുറങ്ങാണ് ഗൈസ്. ഇത് കാലിമേ അടിച്ചിട്ടുണ്ട്. ഉറക്കം എണീറ്റ് കഴിഞ്ഞാൽ കരച്ചില് കാണാം. അങ്ങനെ ഞങ്ങള് ആശുപത്രിയിൽ നിന്ന് വീട്ടിലെത്തി. അവനിപ്പോ തൊട്ടില് കയറ്റി കിടത്തിയേക്കാണ് അല്ലേ ഇതുവാ. ഇനിയിപ്പോ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവന്റെ കരച്ചിലും കാര്യങ്ങളൊക്കെ കേൾക്കാം അല്ലേ. അപ്പൊ എന്തായാലും ഉണ്ടാവും. നല്ല ഓളിയിട്ടിട്ട് കരഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഞാൻ പുറത്തിരുന്ന് കേട്ടു. അത്രയും നല്ല കരച്ചിലായിരുന്നു അവന്റെ. അല്ല, നീ ചിലപ്പോ വേറെ കുട്ടിയാണോന്ന് വിചാരിച്ചു. പക്ഷെ അവന്റെ ശബ്ദം കേട്ടപ്പോഴേക്ക് മനസ്സിലായി അവൻ തന്നെയാ കരയണേന്ന്. അപ്പൊ ഞാൻ ജസ്റ്റ് ഒരു തമാശക്ക് ചോദിച്ചാ, ഇറങ്ങി വരുമ്പോ ചിരിച്ചിട്ടാണ് ആള് വരണത്. അപ്പോൾ തോന്നി അത്രയും വേദന ഉണ്ടാവില്ല എന്ന് വിചാരിച്ചു. പക്ഷെ കാര്യമായിട്ട് കരച്ചിലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഗൈസ്. അപ്പം എന്തായാലും ഞങ്ങൾക്ക് ഇനിയിപ്പോൾ അവൻ കിടന്നുറങ്ങാണ്. ഞാനിപ്പോൾ ഒന്ന് ടൗണിലേക്ക് പോകണം. അപ്പം എന്തായാലും നമുക്ക് അവ എണീറ്റിട്ടുള്ള ബാക്കി വിശേഷങ്ങളും കാര്യങ്ങളും അവൻ്റെ കരച്ചിലൊക്കെ കാണേണ്ടി വരും കേട്ടോ ഞങ്ങൾ അല്ലേ. എത്ര വട്ടം വലിയ രാത്രി ഞങ്ങളുടെ ഉറക്കം കളയുമോയെന്ന് അറിയത്തില്ല. പക്ഷെ എന്തായാലും നമുക്ക് നോക്കാം. അയ്യോ വന്നോയ്ക്ക് മരുന്ന് കൊടുക്കണം. അപ്പൊ അത് കൊടുക്കുമോ മരുന്ന്. അങ്ങനെ ഉറക്കൊക്കെ എണീറ്റ് ത്രിലോക് ആകെ കരച്ചിലും കാര്യങ്ങളായിരുന്നു. കാരണം അവൻ്റെ കാലൊക്കെ നല്ല വേദനയൊക്കെ ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നുണ്ട്. പക്ഷെ എന്തൊക്കെ കരച്ചിലുണ്ടെങ്കിലും ഈ കാറ് കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവൻ്റെ സങ്കടമൊക്കെ നല്ല പോലെ മാറും. അപ്പം ഞങ്ങൾ എവിടേക്ക് പോവുകയാണെങ്കിലും ഈ കാറ് എപ്പോഴും ഞങ്ങൾ കയ്യിൽ പിടിക്കാറുണ്ട്. ഇഞ്ചക്ഷൻ ചെയ്തതിൻ്റെ വേദനയും കാര്യങ്ങളൊക്കെ അവന് ഇത്തിരി കുറവുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യമൊക്കെ നല്ല വാശിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം ഇത്തിരി കുറവാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ് ഗൈസ്. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.